ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഞാൻ ഒലീവിയ ഡിസൈൻസിൻ്റെ ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഇതുപോലെ ശക്തമായിട്ട് ബോൾഡായിട്ട് ഇതുപോലെ അവർക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ അവർ ഇതുപോലെ പ്രതികരിക്കണം എന്നാണ്. അപ്പോൾ അവർ ബോൾഡ് അല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അത്രയധികം ബോൾഡ് ആയതുകൊണ്ടും കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ അവരെത്തി നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർക്കുണ്ടായ ഈ ഒരു വിഷയത്തിൽ അവർ ആദ്യം തന്നെ എടുത്ത തീരുമാനം വളരെ തെറ്റിപ്പോയി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ മീഡിയേറ്ററായിട്ട് വെച്ചിരുന്ന ഒരു ലേഡി, അവർക്കുണ്ടായ ഒരു വിഷയം പരിഹരിക്കാൻ അവർ ആദ്യം മീഡിയേറ്ററായിട്ട് വിളിച്ച് ആ തെറി വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആരെയും എവിടെയും എന്തും കയറി ചീത്ത വിളിക്കുന്ന ഒരു സ്ത്രീ, അവരെയാണ് അവർ മീഡിയേറ്ററായിട്ട് വെച്ചിരുന്നത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പം അത് മാത്രമാണ് അതിൽ ഇവരൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ ഇവരെ ന്യായീകരിക്കുമ്പം എല്ലാവരും കുറേയധികം ആളുകൾ എനിക്കെതിരെ വരും. എനിക്കറിയാം, നിങ്ങൾ ബാധിക്കപ്പെട്ട പെൺകുട്ടികളെ അല്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതുപോലെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് അവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരും. അതെനിക്കറിയാം. ഇവിടെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ വിഷയം ഇതിൽ സത്യം എന്ത് അസത്യം എന്തെന്ന് വ്യക്തമായ ഒരു ധാരണയും എനിക്കില്ല. നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്ത് ഔട്ട്പുട്ടാണോ ഇവർ തരുന്നത് അത് മാത്രമേ നമുക്കറിയൂ അല്ലേ. അപ്പോൾ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയണം എന്ന് തോന്നി. എനിക്ക് ഇവരെ സോഷ്യൽ മീഡിയയിൽ കൂടി നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജും ഈ ഒലീവിയ ഡിസൈൻസ് തരുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയുമല്ല, ഇത്രയധികം ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും അവഹേളിക്കപ്പെട്ടിട്ടും ഇവരുടെ വായിൽ നിന്നൊന്നും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ആർക്കും കേൾക്കാൻ കൊള്ളാത്ത ഒരു വാക്കോ പ്രവൃത്തി ഒന്നും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ തന്നെയാണ്. കാര്യം, തെറ്റുകൾ ഉണ്ടാവാം, കുറ്റങ്ങൾ ഉണ്ടാകാം. ഒരു സ്ഥാപനം നടത്തുന്ന ആളുകളല്ലേ, അതിൻ്റെതായ നിയമ വഴികളുണ്ടല്ലേ. ഇനിയിപ്പോൾ ഈ നിയമ വഴികളിൽ കൂടെ പോകാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാതെ ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കാനാണെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് വലിച്ചിട്ടടയ്ക്കാതെ നിയമത്തിൻ്റെ വഴിയെ പോകാതെ ആണെന്നുണ്ടെങ്കിൽ മീഡിയേറ്റർ എന്താ ചെയ്യേണ്ടത്? സൈലൻ്റ് ആയിട്ട് രണ്ട് സൈഡും വിളിച്ചിരുത്തി കോംപ്രമൈസ് ചെയ്ത് പ്രശ്നം അങ്ങ് പരിഹരിച്ചു വിടണം. അതല്ലേ വേണ്ടത്. ഇവരെല്ലാം വീഡിയോ എടുത്ത പബ്ലിക്കിന് മുമ്പിൽ ഇത്രയും കാലം പബ്ലിക്കിൽ പ്രദർശിപ്പിക്കപ്പെടാത്ത പെൺകുട്ടികളെ പ്രദർശിപ്പിച്ച് മാക്സിമം സൈബർ അറ്റാക്ക് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇത്രയും പെൺകുട്ടികൾക്കും വാങ്ങിച്ചു കൊടുത്തു. കാര്യം, ഒരുപാട് അലിഗേഷനാണ് പറയുന്നത്. അലിഗേഷൻസ് ഒരുപാടുണ്ട് ഇവരെ പറ്റി പറയുന്നത് അല്ലേ. സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് വരെയാണ് പറയുന്നത്. ഇവർ കൊണ്ടു നടക്കുന്ന 24-28 പെൺകുട്ടികൾ, എനിക്കറിയില്ല കറക്റ്റ് കൗണ്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും പെൺകുട്ടികൾക്കുള്ളിൽ നിന്ന് 6 പേര് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ മിക്കതും കല്യാണം കഴിക്കാത്ത ലേഡീസാണ് അല്ലേ. അപ്പോൾ ഇതിൽ 6 പേര് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും മുൻപിൽ നിൽക്കും അല്ലേ. സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കല്യാണ ആലോചന വന്നാൽ തന്നെ ഇതിൽ ആരാണ്, ഇവൾക്കാണോ ഇവൾക്കാണോ എപ്പോഴും നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോഴും ഇപ്പോൾ അല്ലെങ്കിൽ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ എല്ലാവർക്കും ഉള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ പ്യുവർ ആയിരിക്കണം, പത്തരമാറ്റായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിലും ഒട്ടുമിക്ക ആളുകളിൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഇല്ല എന്നൊന്നും പറഞ്ഞാൽ 100% അത് സത്യമൊന്നും ആയിരിക്കണമെന്നില്ല. ഇതിനിടയ്ക്ക് ചില ആളുകൾ ഉണ്ടാവാം കേട്ടോ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, അത് മുമ്പ് നടന്നതിലെ പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇല്ല എന്നല്ല, പക്ഷെ ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ മീഡിയേറ്ററായിട്ട് നിന്ന ഈ ലേഡി കാരണം ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്താണ്? വീണ്ടും എഗെയിൻ അപമാനം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? 2 ടൈംസ് എങ്ങാണ്ട് ഇപ്പോൾ അവരുടെ കൂടെ പോലീസ് സ്റ്റേഷനിലോ നിയമ നടപടികൾക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെയൊക്കെ പത്രസമ്മേളനം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഓരോ ചാനലുകാർ വന്നിട്ട് ഇവരെ ഫുള്ള് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവർക്കാണ് ബാധിക്കപ്പെട്ടത്. അവർ വിഷ്വലി നമ്മുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചതും ഇവർ തന്നെയാണ്. ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈയിടെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു എന്നൊരു വാർത്ത കേട്ടു. വളരെ സങ്കടം തോന്നി കേട്ടോ. ആർക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇല്ലാതാകുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞാൻ. ഒപ്പം തന്നെ പറയട്ടെ, അപ്പോൾ ആ ഒരു തെറ്റും കൂടെ, ആ ഒരു കുറ്റം കൂടെ പെട്ടെന്ന് തന്നെ എടുത്ത് ഒലീവിയ ഡിസൈൻസിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീ തന്നെ ഇന്നലെ പറയുന്നുണ്ട്, അത് എന്തോ പ്രൈവറ്റ് ഫിനാൻസുകാരെന്തോ പ്രശ്നമുണ്ടാക്കി അവർ വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു, ആ വിഷയമാണെന്ന് ഇന്നലെ പറയുന്നുണ്ട്.
പക്ഷെ അന്ന് എന്താ സംഭവിച്ചത്? അതും കൂടെ ഒലിവിയ ഡിസൈൻസിന്റെ മുകളിലിട്ട് കൊടുത്ത സൈബർ അറ്റാക്ക് മൂലമാണ്. ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ സഹിതം ഒലിവിയ ഡിസൈൻസിലെ ഓണറാണ് കൊടുത്തത്. അതുമൂലമുണ്ടായ സൈബർ അറ്റാക്ക് മൂലമാണ് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും ഈ സ്ത്രീ തന്നെയല്ലേ? ഈ സ്ത്രീയല്ലേ ഈ പെൺകുട്ടികളെ മുഴുവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തത്? അത് തന്നെയല്ല, അതിനകത്ത് ആരെങ്കിലും ആ ഒലിവിയ ഡിസൈൻസിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അയാളുടെ ഇതിന്റെ ഓണറായ സിബി എന്ന് പറയുന്ന അയാളുടെ വെപ്പാട്ടികളാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ് ഈ സ്ത്രീ, ഇൻക്ലൂഡിങ് ദീസ് ലേഡീസ്. അപ്പൊ ഇവരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറേ നാളെങ്കിലും ജോലി ചെയ്തതല്ലേ? ഇവരും അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെപ്പാട്ടിയായിട്ട് നിന്നത് കൊണ്ടാണ് ജോലി ചെയ്തത് എന്നല്ലേ അർത്ഥമാക്കുന്നത്. അപ്പൊ പിന്നീട് അവർ പുറത്തു വന്നു. എന്നാലും നിന്നത്രയും കാലം അങ്ങനെയാണെങ്കിലേ നിൽക്കാൻ പറ്റൂ എന്നാണ് ഈ ലേഡി പറഞ്ഞത്. അപ്പം മൊത്തത്തില് എല്ലാവരെയും അറ്റാക്ക് ചെയ്തതും എല്ലാവരുടെയും പേരിന് ദോഷം വരുത്തിയതും ഈ സ്ത്രീ മാത്രമല്ലേ? നിയമത്തിന്റെ തലനാരിഴ കീറി പരിശോധിച്ച് ഇവർ നിയമത്തെപ്പറ്റി ഘോരം വാദിക്കുന്നുണ്ട്. ഒലിവിയ ഡിസൈൻസിലെ അവരുപയോഗിക്കുന്ന കാറിന് ഇൻഷുറൻസ് ഇല്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം നടത്തുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്, വിതൗട്ട് ലൈസൻസ് ആണ്. ഒരുപാട് അലിഗേഷൻ ഇവർ പറയുന്നുണ്ട്. നിയമ സാധ്യതയെല്ലാം പിന്തള്ളിക്കൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവരുടെ സ്ഥാപനം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഈ പറയുന്ന നിയമത്തെപ്പറ്റി ഇത്ര ഘോരം വാദിക്കുന്ന ഈ സ്ത്രീ ഏത് നിയമമാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഏത് നിയമം പാലിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്? ഓരോ മനുഷ്യരെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ മനുഷ്യരെയും വലിച്ചു കീറി വിമർശിച്ച്, ഓരോ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം നിങ്ങൾക്കറിയാം. അവരെത്ര വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഈ സ്ത്രീ കാരണം. ഈ സ്ത്രീ ആ വൃത്തികേട് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവർ ട്രെയിനിന് തലവേക്കാൻ അങ്ങനെ എന്തോ ഒരു സംഭവം. ആ കുട്ടി, അവരുടെ കുട്ടി തനുജയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ മോള് കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് അവർ ആ പ്രവൃത്തിക്ക് മുതിരാതിരുന്നത്. അത് ഈ സ്ത്രീ കാരണമാണ്. എത്രയോ ലേഡീസ് ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവര് കാരണം ആത്മഹത്യ ചെയ്യണമെന്ന്. അപ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? നിയമപരമായിട്ട് ഇവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എത്ര വേണമെങ്കിലും സ്ത്രീകളെ ഹരാസ് ചെയ്തോളൂ എന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? എത്ര വേണമെങ്കിലും ഏത് സ്ത്രീയെ നിങ്ങൾ പബ്ലിക്കായിട്ട് ഇന്ന് ചീത്ത വിളിച്ചോളൂ എന്ന അധികാരം ഇവർക്ക് മാത്രം കൊടുത്തിട്ടുണ്ടോ? എത്ര സ്ത്രീകളെയാണ് മോശമായിട്ട് ഇവർ പറഞ്ഞേക്കുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്ററെ നിങ്ങൾ ഇത്രയധികം കേട്ടാലരക്കെന്ന് തെറി വിളിച്ചോളൂ എന്ന അധികാരം ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ ഇവർ കാരണം ഇവർ കാർ ഓടിച്ചിട്ട് എന്തോ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എവിടെയോ ഞാൻ കേട്ടതാണ് എന്നൊരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ലൈസൻസ് ഉണ്ടാകുമോ? ഇപ്പോൾ എനിക്കറിയില്ല. ലൈസൻസ് ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവർ കാരണം ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലൈസൻസ് ഉണ്ടാവില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമല്ല, അത് ഞാനൊന്ന് കേട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവരാണോ ഈ കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ ഇരുന്നിട്ട് എത്ര സ്പീഡിൽ വാഹനം ഓടിച്ച് പാതിരാത്രിയിൽ ഒരു 2 മണി 3 മണി സമയത്താണെന്ന് തോന്നുന്നു അങ്ങനെ റാഷ് ഡ്രൈവിംഗ് ചെയ്തത്? അങ്ങനെയുള്ള ഒരാളാണോ? അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഒരുപാട് ആരോപണങ്ങളുണ്ട്. നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത ഒരു സ്ത്രീ തന്നെയാണ് നിയമത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഇത്ര ഘോരം വാദിക്കുന്നത്. അതേപോലെ ഒലിവിയ ഡിസൈൻസിലെ ആ ലേഡിയെ ലേബർ ഇഷ്യൂവിലാണ് ഇവർ വിമർശിക്കുന്നതെങ്കിൽ പരാമർശിക്കുന്നതെങ്കിൽ ലേബർ ഇഷ്യൂ ആണോ? അതിനെ പറ്റിയിട്ടാണോ ഇവർ സംസാരിച്ചിട്ടുള്ളത്? അവരുടെ വ്യക്തിപരമായ കാര്യം, അവർ പേഴ്സണലായിട്ട് വെച്ചിരിക്കുന്ന അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം, അവരെവിടെയോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാണ് ഇയാളുടെ സ്ഥാപനത്തിൽ. പിന്നെ വളരെ ബാഡായിട്ടുള്ള ഇവരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടുമോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെ വിമർശിച്ചിട്ടുള്ളത്. കാര്യം അവർ അങ്ങനെ ഇയാളെ തട്ടിയെടുത്ത് വന്ന് ജീവിക്കുന്ന സ്ത്രീയാണ്. ഇയാളുടെ ആദ്യ ഭാര്യയെ വരെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. ആദ്യ വൈഫിനെ വരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തും. ഇവർക്ക് എന്തിനാണ് ഇവരുടെ കുടുംബത്തിൽ കയറി കളിക്കേണ്ട ആവശ്യം? ആ സ്ത്രീ ഒരിക്കലും ഒരിടത്തും ഇവരുടെ കുടുംബത്തെ പറ്റിയിട്ടോ ബന്ധങ്ങളെ പറ്റിയിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. ലേബർ ഇഷ്യൂ ആണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലേബർ ഇഷ്യൂ സംസാരിക്കണം അല്ലേ? ഇവർ സംസാരിച്ചിരിക്കുന്നത് മുഴുവൻ ആ സ്ത്രീയുടെ ജീവിതത്തെ പറ്റിയിട്ടാണ്. പബ്ലിക്കിൽ ഇത്രയധികം മെച്ചപ്പെട്ട ബിസിനസ് പരമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ആർക്കാണ് അവകാശം? ഈ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ലേബർ ഇഷ്യൂ സംസാരിച്ചാൽ അതിനെപ്പറ്റി സംസാരിക്കണം അല്ലേ? അല്ലാതെ അവരിങ്ങനെയാണ് അങ്ങനെയാണ് വൃത്തികെട്ട സ്ത്രീയാണ് ഒരാളെ കറക്കിയെടുത്ത് ഇങ്ങനെ ഇവൻ്റെ കൂടെ വന്ന് ജീവിക്കുന്നതാണ്, ഇതൊന്നും പറയാനായിട്ട് ഏതൊരു വ്യക്തിക്കും അവകാശമില്ല. അവരുടെ വീടിൻ്റെ മുമ്പിൽ പോയി ഇന്ന് വെല്ലുവിളിക്കാനും ഇതൊക്കെ നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് വീടിൻ്റെ മുമ്പോ, അത് റോഡാണ്. റോഡ് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തല്ലാതെ വേറെ ഇഷ്ടംപോലെ റോഡ് ഉണ്ട്. അതുപോലെ ജിനൂസിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തല്ലാതെ ഇഷ്ടംപോലെ റോഡുണ്ട്. അവിടെയൊക്കെ പോയി വെല്ലുവിളിച്ചൂടെ? റോഡിൻ്റെ മുമ്പിലാണ് നിന്നാണ് വെല്ലുവിളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നതെങ്കിൽ
എന്തിന് ഇവരുടെ വീടിന്റെ മുമ്പിലുള്ള റോഡിൽ മാത്രം ചെന്ന് വിളിക്കാനുള്ള ഈ ആർജവം എന്തിനാണ്? അതുപോലെ തന്നെ ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടികൾ, ഇവര് എല്ലാവരും വളരെ സങ്കടത്തിലും വിഷമത്തിലും പറയുന്നുണ്ട്, കൊച്ചുകുട്ടികളാണ് 20നും 28 വയസ്സിനും ഇടയ്ക്കുള്ള ലേഡീസാണ് ഇവര്. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വ്യക്തമായ ധാരണയുള്ള ലേഡീസാണ് ഇവര്. ഇവർക്ക് എന്തുകൊണ്ട് ഇവർ ഇത്രയധികം സെക്ഷുവലി അബ്യൂസ് നടന്നിട്ടും, അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടും, ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്? ഇവർ ഇത്രയധികം ഹരാസ്മെന്റ്, സെക്ഷുവൽ അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ എപ്പോഴും 24 hours ഇവരുടെ കയ്യിൽ ഫോണുണ്ടല്ലേ? ഇവർക്കൊരു തെളിവ് ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് പേരൻസ് ഉണ്ടാവുമല്ലോ, സഹോദരന്മാർ സഹോദരികൾ ഉണ്ടാവുമല്ലോ. ഇവർ നിയമപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പോയാൽ ഇവർക്ക് എന്താ നീതി കിട്ടില്ലേ? അതിനിവരെ ആശ്രയിക്കേണ്ടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ മുഴുവൻ മോശമായിട്ട് വ്യാഖ്യാനിക്കുന്ന, അവർക്കെതിരെ വളരെ പടുമോശമായിട്ട് വീഡിയോസ് ചെയ്യുന്ന, ചീത്ത വിളിക്കുന്ന ഒരു സ്ത്രീയെയാണോ ഇവർ ആശ്രയിക്കേണ്ടിയിരുന്നത്? എന്നിട്ട് ഇവർക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? ഇവരുടെ പേരൻസ് എന്തിനാണ് ഇവർക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുത്തത്? പ്രതികരിക്കാനും പ്രതികരണശേഷി ഉണ്ടാകാനും ഇവർക്ക് ബോൾഡായിട്ട് നിൽക്കാനും തന്നെയല്ലേ ഇവർക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുത്തത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം പീഡനം സഹിച്ചിട്ടും ഇവർ സൈലന്റ് ആയിട്ടിരുന്നത്? എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നറിയുമ്പോൾ മാത്രം കല്ലെറിയാനായിട്ട് വരുന്നത് എന്തിനാണ്? എനിക്ക് ഒട്ടും സിമ്പതി തോന്നുന്നില്ല. ഇപ്പം ഞാനാണെങ്കിലും ആരായാലും നമുക്ക് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാലും നമ്മളതിന് മുന്നിട്ട് ഇറങ്ങണം, നമ്മൾ പ്രതികരിക്കണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊന്നും നോക്കിയിരുന്നാലും നമുക്ക് ഒന്നുമേ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലുള്ള ലേഡീസിനെ പോയി ആശ്രയിക്കേണ്ടി വരും. ഇവരുടെ ജീവിതം നോർമലി പോയിക്കൊണ്ടിരുന്നതിനെ കഴിയുമ്പോൾ എത്രയോ പടുകുഴിയിലേക്ക് വീണു പോകും. ഇതുകൊണ്ട് വേറൊരു ഗുണവും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എടുത്ത് പ്രതികരിക്കുക, ഈക്വാലിറ്റി എന്നൊക്കെ വാദോരാതെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ധൈര്യം ഉണ്ടാവാത്തത്? അപ്പോൾ അവർ ധൈര്യപൂർവ്വം, അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം, അല്ലേ? അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകണം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് അതുമല്ല, ഇനിയിപ്പം മീഡിയേറ്ററെ ആശ്രയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ള മീഡിയേറ്ററെ ഇവർ ആശ്രയിക്കണം, അല്ലേ? അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ആശ്രയിച്ച് വീണ്ടും 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 കൂടുതലും മോശത്തിലേക്ക് പോവുക അല്ല വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ട വാർത്ത വെച്ചിട്ട്, കേട്ട അറിവുകളും വെച്ചിട്ട് കുറേ പേര് പിന്നെ അലിഗേഷൻ എന്തൊക്കെയോ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്, ഇയാൾ അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ വീഡിയോസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും കണ്ടില്ല കേട്ടോ, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പോലീസുണ്ട്, നിയമമുണ്ട്, കോടതിയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ പുറകെ പോകാം, ഏതൊരു സാധാരണ പൗരനും പോകാം. അതിങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടിട്ട് സ്വയം മുഖത്ത് സ്വയം കരിവാരി തീർക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ബെഗിങ് നടക്കുന്നുണ്ട്. ഈ സ്ത്രീ ഈ കഴിഞ്ഞ ദിവസം തനൂജ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സുനിമോളോ അവർ ഉൾപ്പെടുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ക്യാഷ് ആവശ്യപ്പെടുന്നതിനെ അപമാനിച്ച് ഈ സ്ത്രീ കുറേ പറയുന്നുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ തെണ്ടലെന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം പറയട്ടെ, എനിക്കും ഇത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. എസ്പെഷ്യലി അർഹതയുള്ള ആളുകൾ ചോദിക്കുന്നതിനല്ല, അർഹതയില്ലാത്ത ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ക്യാഷ് ചോദിക്കുന്നതിനെതിരെ ഞാനും പറഞ്ഞിട്ടുണ്ട്, എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീ എപ്പോഴും വിമർശിക്കുന്നുണ്ട്, അവർ തെണ്ടിയത്, അവരുടെ തെണ്ടൽ, അവർക്ക് ക്യാഷ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കുന്നുണ്ട്. എപ്പോഴും വിമർശിക്കുന്ന ഈ സ്ത്രീ തന്നെ ഇപ്പം ബെഗ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ. ഇന്നലെ ഒരു വീഡിയോയിൽ അവരിരുന്നിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് ഞാൻ ചോദിച്ചത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സബിനോടാണ്, അല്ലാതെ കൊടുക്കണ്ടാത്തവർ കൊടുക്കണ്ടെന്നേ. ഈ തനൂജയും ഈ പറയുന്ന സുതിമോളും ഒക്കെ അത് തന്നെയാണ്, അവരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ആൾക്കാരോടാണ് ചോദിച്ചത്. നിങ്ങളുടെ ഒന്നും സബ്സ്ക്രൈബേഴ്സിനോട് അവർ ചോദിക്കാൻ വന്നിട്ടില്ല, അവരും ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് അവരെ നിങ്ങൾ വിമർശിച്ചത്. പിന്നെ പറഞ്ഞു വൺസേ ഇവർ ചോദിക്കുന്നുള്ളൂ, തനൂജ 2 തവണ ചോദിച്ചു. അപ്പോൾ സുതിമോൾ എത്ര തവണ ചോദിച്ചു? സുതിമോൾ ചോദിച്ചതും അവരങ്ങോട്ട് ചോദിച്ചാൽ ഒരുപാട് പേര് ഓഫർ കൊടുത്തപ്പോഴാണ് അവരങ്ങോട്ട് പറഞ്ഞത്. അല്ലാതെ അവരങ്ങോട്ട് ആദ്യമേ ചോദിക്കുകയല്ല ചെയ്ത്, ഓഫർ വെച്ചപ്പോൾ അവർ തിരിച്ചങ്ങോട്ട് സ്ഥലം മേടിക്കാൻ എന്തോ ചോദിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഈ ക്യാഷ് കൊടുക്കണം, 100 രൂപയെങ്കിലും കൊടുക്കൂ എന്നൊക്കെ പറയുന്ന മനീഷ എന്തോ ആണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. അവർക്ക് ഹസ്ബൻഡ് ഉള്ളതാണ്, അവർക്ക് 2 മുല കുടിക്കുന്ന കുട്ടികളാണ്, അവർക്ക് പാല് മേടിക്കാനും വീട്ടു ചെലവിനും എന്തൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അവർക്ക് ഹസ്ബൻഡ് ഉള്ളതാണ്, ജോലി ചെയ്യാൻ കഴിവുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെയാണ്. ഞാൻ ആ കുട്ടിയെ ഒരിക്കലും അപമാനിക്കുകയല്ല, അവരെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇവർ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന രീതിക്കാണെങ്കിൽ അവർക്കും ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, ഹസ്ബൻഡ്. ഇനിയിപ്പോൾ അവർക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതാണ്, വീട്ടിൽ ഇരിക്കുകയാണ് എന്നിരിക്കട്ടെ, അവർക്ക് ഹസ്ബൻഡ് ഉള്ളതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ തെണ്ടുന്നത്?
തെണ്ടലെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇവരും ബാക്കിയുള്ളവർ ചെയ്തതെല്ലാം തെണ്ടലാണെങ്കിൽ ഇതും അട്ടർ തെണ്ടൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം, ഈ സ്ത്രീക്ക് എന്തുമാകാം, എന്ത് ചെയ്താലും അത് റോങ് അല്ല. ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം റോങ് ആണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇന്നലെ ഇവർ ഒലീവിയ ഡിസൈൻസ് ഒരു അത്ര ബോൾഡായിട്ട് അച്ചു എന്ന് പറയുന്ന ആ ലേഡി അത്ര ബോൾഡായിട്ട് പ്രതികരിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ തന്നെ ചെയ്യണം എന്ന് തോന്നിയൊരു വീഡിയോ ആണ്. ഇനിയാണെങ്കിലും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഫൈനൽ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ഓരോരുത്തർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയല്ല. നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറയാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാം. ഇതെന്താ സംഭവിച്ചത്? മീഡിയേറ്റർ ഉപയോഗിച്ചിട്ട് എന്താ സംഭവിച്ചത്? ഫൈനലി നിയമത്തിന്റെ പുറകെ തന്നെ നടക്കേണ്ട വന്നില്ലേ? എല്ലാവരും അറിയിച്ച് കൊട്ടിഘോഷിച്ച് ഇത്രയധികം പ്രശ്നങ്ങളും പറഞ്ഞ് ഈ കുട്ടികളെ എത്ര മോശമാക്കാവോ ആ രീതിയിലൊക്കെ ചിത്രീകരിച്ച് ഈ സ്ത്രീ മാത്രമാണ് എല്ലാത്തിനും കാരണം. ആ മനുഷ്യക്ക് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനും കാരണം ഈ സ്ത്രീ തന്നെയാണ്. ഇത്രയധികം വൃത്തികേട് പറഞ്ഞ ഒരു യൂണിറ്റിൽ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ് ആ കുട്ടിയും. അപ്പോൾ അതിലും ആ കുട്ടിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാനായിട്ട്. ഇതിൽ ഒരുപാട് വിമർശനം എനിക്ക് വരാം. ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ അനുകൂലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, എനിക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട, ഞാൻ ആരുടെയും വീട്ടിൽ പോയി കയറി ചെന്ന് കിള്ളിച്ചെകഞ്ഞ് അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നെ ആരും നിയമപരമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നിയമപരമായിട്ട് തെറ്റാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുരണ്ടിക്കൊണ്ടുവന്ന് പബ്ലിക്കിൽ നമ്മളിടുന്നത് തെറ്റ് തന്നെയാണ്. പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങൾക്ക് പബ്ലിക്കായിട്ട് നമുക്ക് വിമർശിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, പബ്ലിക്കായിട്ട് ഇത്രയധികം ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഡിസൈൻസിന്റെ ഓണറായ അച്ചു എന്ന് പറയുന്ന യുവതിക്കെതിരെയാണ് ഇവരെല്ലാം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. നീതി വേണ്ടത് അവർക്കാണ്. അവർ നിയമപരമായിട്ട് പോട്ടെ. ഇവരെ ശിക്ഷിച്ച, ഇവരെ പബ്ലിക് ഇത്ര പടുമോശം പറഞ്ഞ് ഇവരെ ശിക്ഷിച്ച ഈ അച്ചു എന്ന് പറയുന്ന അവരെ ശിക്ഷിച്ച എല്ലാവരും അനുഭവിക്കണം. അവർ ലേഡിയാണെന്നേ. അവരെ ഏതെല്ലാം രീതിയിൽ മോശമായിട്ട് വ്യാഖ്യാനിച്ചു, ഏതെല്ലാം രീതിയിൽ ചിത്രീകരിച്ചു. ഇവരെ പടുമോശമായിട്ട്, അവരുടെ ഭാഷയാണ് കേട്ടോ അത്, പടുമോശമായിട്ട് വ്യാഖ്യാനിച്ചു. ഇതിനൊക്കെ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് പോകുക, അതിൻ്റെ റൈറ്റ് നേടുക. അല്ലാതെ ഇതിന് കൂട്ടു നിൽക്കുക അല്ല ഈ പറയുന്ന കുട്ടികളെ എന്ന് പറയുന്ന അവർ ചെയ്യേണ്ടത്. നമുക്ക് കാണാം, അവരുടെ പേരൻസിൻ്റെ കൂടെ, അവരുടെ ബ്രദേഴ്സിൻ്റെ കൂടെ, സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവർ നിയമപരമായി സഹായത്തിന് പോയിരുന്നെങ്കിൽ എന്തൊരു വിലയുണ്ടായേനെ. ചിലപ്പോൾ 2 ദിവസം താമസിക്കും. ഒരാളെ കണ്ടിട്ട് ഇത് നടന്നൊന്നും വരില്ല. ഡയറക്റ്റ് SP ഓഫീസിലേക്ക് ചെല്ലണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ചെല്ലണം. ചെന്നില്ലല്ലോ, അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചെല്ലാത്തത്? അങ്ങനെ ചെല്ലാതെ പബ്ലിക്കായിട്ട് ഒരു വ്യക്തി അപമാനിക്കുന്നു എന്ന് കാണുമ്പം അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഒരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനായിട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്